എത്ര ആയിട്ടും കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ദ റെഡ് കാർ തിയറി എന്ന് പറയും. നമ്മളിപ്പം ഒരു നോർമൽ ഡേയിൽ ചിലപ്പം നമ്മളുടെ എത്ര റെഡ് കാറുകൾ നമ്മൾ കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു റെഡ് കാറ് വാങ്ങണം എന്നുള്ളൊരു ചിന്താഗതി നമ്മളുടെ മൈൻഡിൽ കയറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അന്ന് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് എത്ര റെഡ് കാറുകൾ കണ്ടാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ കടങ്ങളെക്കുറിച്ച് സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് കടങ്ങളാണ് അട്രാക്ട് ചെയ്യപ്പെടുക. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും കടങ്ങൾ വീട്ടിൽ തരണേ പടച്ചോനെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി അല്ലെങ്കിൽ അബണ്ടൻസ് ഏറ്റിത്തരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ പോലും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സാഹചര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റുകളും അതേപോലെ ഓപ്പർച്യൂണിറ്റികളും നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. താങ്ക് യു സോ മച്ച്.